അപ്പോൾ നമ്മൾ നൂറ്റി പോയി എന്നാലോ അങ്ങനെ ട്രിപ്പ് എടുക്കാൻ ആളൊക്കെ കയറാൻ തുടങ്ങി. പോലെയുടെ ആഗ്രഹത്തിന് പടക്കം അങ്ങോട്ട് പൊട്ടിച്ച്. ആ പടക്കം പൊട്ടിച്ചതും അപ്പുറത്തെ എൻ്റെ ജനാൽമൊക്കെ ആയിരുന്നു പടക്കത്തിൻ്റെ പോക്ക്. പിന്നെ അവിടുത്തെ തല്ലും കൂടി കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് എടുത്ത് നമ്മളെ നിലമ്പൂരിൻ്റെ സ്വന്തം കാട്ടിക്കൂടെ ഇടക്കര പാലം കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു സുന്ദരമായ കാഴ്ച. ചുരം കയറാൻ തുടങ്ങിയപ്പോൾ മൂപ്പര വണ്ടി നീങ്ങണില്ലല്ലോ. അപ്പം എന്നോടൊന്ന് തള്ളി കൊടുക്കുക വെച്ചപ്പോൾ ഞാനത് തള്ളി കൊടുത്തു. എൻ്റെ വലിയപ്പാക്ക് ഉണ്ട് 2 വിമാനം ഉണ്ടേനി എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പറഞ്ഞ് ആ തള്ളു മാണ്ടച്ചോട് പൊയ്ക്കോറ്. കയറി പോകുമ്പോൾ ആന ഉണ്ടാവും എന്ന് കേട്ടിട്ടുള്ളൂ. ഇനി അതെ എൻ്റെ തുള്ളിച്ചാട്ടം വരുമ്പോൾ കണ്ടായിരിക്കും പരീക്ഷ പാസ്സായി വരുമെന്ന്. ഞാൻ എന്തിനാ പോയെന്ന് പറയണ്ടല്ലോ. പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായി വരുമ്പോഴാണ് ആ ചേച്ചി നമ്മളെ പിടിച്ചു. വണ്ടിയിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. നമ്മളവിടെ അട്ടം നോക്കിക്കുമ്പോൾ നമ്മളെ ചങ്ങായി ആയിക്കോടെ പോകുന്നുണ്ട്. ഓനെ വിളിച്ചിട്ട് ഓനക്കുണ്ട് ഒരു മെയിൻ്റെ അക്കന്മാർക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുത്ത് കാണും. ഞാൻ കുറേ പ്രകൃതി രമണീനെ കാണാൻ പോയി. അപ്പോൾ അതാക്കണ് കുറേ രമണിമാർ. ഏതായാലും കുറച്ച് നേരം വെറുതെ നിൽക്കല്ലേ, ഞാനൊന്ന് ഉറങ്ങട്ടെ. മനുഷ്യനൊന്ന് ഉറങ്ങാൻ വിചാരിച്ചപ്പോൾ അയാളെ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് കച്ചറ ഉണ്ടാക്കാം. എന്തോ ഒരു കഷ്ടമാണ്. ഈ കണ്ട 2 ചങ്ങായിമാരും നമ്മളെ കൂടെ ഒപ്പരം പഠിച്ചാട്ടോ. പഠിച്ചല്ല പോയതാ. ടീ ഫാക്ടറി പോയപ്പോൾ അവിടുത്തെ അരണോട് പഞ്ചാര അടിച്ചിരിക്കുന്നു നമ്മളെ നൗഫലേ. അങ്ങനെ ഓൻ പറയാണ് ഇന്നിപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് ടൂർ തന്നാലും നമ്മളെ 2 ഡ്രൈവർമാർ തന്നെ ഉള്ളൂ. അവിടെ കുറേ കഥയും പറഞ്ഞിരുന്നാണ്ട് തടിയാണ്ട് സലാമത്താക്കി. അല്ലെങ്കിലും വായ നോക്കി നടക്കാൻ എന്തോ ഒരു സുഖം. നമ്മളെ ഫോളോവറെ കണ്ടപ്പോൾ മൂപ്പരോടെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ചില്ലായിട്ട് അങ്ങനെ നിന്ന്. മൂപ്പർക്ക് എന്തൊക്കെ ഒരു വിഷമമുണ്ട്. വിഷമം പറയണില്ല. ഈ സാധനത്തിന് മാത്രം എന്താ അത് ഇമ്മാതിരി നിങ്ങളോ. ചെക്കന്മാരെ തുള്ളിച്ചാട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വണ്ടി അങ്ങോട്ട് എടുത്ത് നേരെ നാട്ടിക്ക്. ചുരം ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ മാത്രം കോട, മുന്നിക്കൊന്നും കോടല്ല. നോക്കിയപ്പോൾ എന്താണ് നമ്മളെ വണ്ടീൻ്റെ കോട. എന്തോ ഭാഗ്യത്തിന് അണ്ണൻ്റെ തല്ലിട്ടാ കഴിച്ചില്ലേ. പോകുമ്പോഴേ അമ്മ പറഞ്ഞേ ചായപ്പൊടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചായപ്പൊടി കൊണ്ടിരുന്നു. നമ്മളെ ചെക്കൻ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഓൻ്റെ കടയിൽ കയറി അവിടുന്ന് ചായപ്പൊടിയും വാങ്ങി ചായയും കുടിച്ച്. ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് ഓനക്ക് കുറവാവുക. ഓൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ റോട്ടിൽ അതാ നിൽക്കണ്. ഓരവിടെ ചായ അടിക്കാൻ നിർത്തിയതാണല്ലോ. പിന്നെ നമ്മൾ വല്ല ഇറങ്ങാറൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ മുന്നൊക്കെ കൂടെ ഇങ്ങനെ മെല്ലെ പോകുന്നു. അപ്പോൾ നോക്കിയപ്പോൾ മുന്നിലും മൂപ്പരാണ്. എന്താ അപ്പോൾ കാട്ടുക. അവരോടും വായി പറഞ്ഞാണ്ട് നമ്മൾ 2 പാട്ടൊക്കെ പാടി. രാത്രിക്കത്തെ ഫുഡ് ടൈപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സൈഡായി. ഓലെ നമ്മളെ അവിടെ എത്തിച്ചു കൊടുത്ത് എല്ലാവരും ഇറക്കി. ഞാനും വണ്ടി മാത്രം തിരിച്ച് വരയ്ക്കും. അപ്പോൾ ഏറെക്കുറെ എത്രയൊക്കെ ഉള്ളൂ. ബായ്.